വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലുമില്ല. എല്ലാവരും എല്ലാ ദിവസവും ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥനയാണ്, എൻ്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ തലമുറകളെ അനുഗ്രഹിക്കണമേ എന്ന്. എന്നാൽ അനുഗ്രഹത്തിന് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇന്ന് പലർക്കും അറിയില്ല. അവർക്ക് പ്രാർത്ഥിക്കാൻ മാത്രം അറിയാം. അനുഗ്രഹിക്കണമേ എന്നുള്ള ബ്ലെസ് മീ ഗീവ് മീ എന്നുള്ള ഈ വാക്കുകൾ പറയാൻ അറിയാം. പക്ഷേ അനുഗ്രഹിക്കപ്പെടാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്നാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനു മുമ്പിൽ എപ്പോഴും വ്യവസ്ഥകളുണ്ട്. വെറുതെ അനുഗ്രഹം നമ്മുടെ വീട്ടിലോട്ട് കയറി വരികയില്ല. വെറുതെ അനുഗ്രഹം നമ്മുടെ വീട്ടിലേക്കോ എന്നിലേക്കോ കടന്നു വരികയില്ല. അതിന് വ്യവസ്ഥകളുണ്ട്. മനോഹരമായ ഒരു ദൈവവചനം നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. ഇത് അനേക ശുശ്രൂഷകർ, വചനപ്രഘോഷകർ പ്രസംഗിച്ചിട്ടുള്ള വചനഭാഗമാണ്. ഇന്ന് അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് നമ്മളൊന്ന് ധ്യാനിക്കുമ്പോൾ ഇത് എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു സന്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തെ ഇത് മാറ്റിമറിക്കും. ഇത് വളരെ വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 30 വർഷമായിട്ട് ഞാൻ ആ കാലഘട്ടം മുതൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു വചനമാണിത്. ഇത് വിശ്വസിച്ച് അപ്ലൈ ചെയ്ത അനേകരുടെ ജീവിതത്തിൽ ഒത്തിരിയധികം വ്യത്യാസങ്ങൾ അവർ കുടുംബം തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവചന ഭാഗം ഇതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. അബ്രഹാത്തോട് ദൈവം പറയുന്ന ഒരു വാഗ്ദത്തമാണത്. അബ്രഹാത്തെ വിളിച്ചിട്ട് 7 ബ്ലെസ്സിങ് ആണ് നൽകുന്നത്. 7 ബ്ലെസ്സിങ്. അതിലെ ഒരു വാഗ്ദാനം ഇതാണ്: അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കും. അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ വിളി കേട്ടവനാണ്. ദൈവ നിയോഗത്തിന് വേണ്ടി വിളി കേട്ട് ആ വിളിക്ക് പ്രത്യുത്തരം കൊടുത്ത് ഇറങ്ങിയവനാണ് അബ്രഹാം. ആ അബ്രഹാത്തെ ദൈവം അനുഗ്രഹിച്ച അബ്രഹാത്തെ, അത് 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. നീ ഒരു അനുഗ്രഹമാണ് എന്നാണ് പറയുന്നത്. നീ ഒരു അനുഗ്രഹമാണ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു: നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ അബ്രഹാത്തിന് ആ കാലഘട്ടത്ത് അബ്രഹാത്തിൻ്റെ ചുറ്റുപാടുമുള്ളവർ
അബ്രഹാത്തെ കണ്ടവർ, അബ്രഹവുമായി ബന്ധപ്പെട്ടവർ ഒക്കെ ആരെല്ലാം അബ്രഹാത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, അല്ലെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രഹാമിനെ അന്ന് ആരെല്ലാം അനുഗ്രഹിച്ചു? അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അബ്രഹാത്തെ നോക്കി ആരെല്ലാം പറഞ്ഞു? ഭാര്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടെയുള്ള ആ വീട്ടിൽ വളർന്നു വരുന്ന ബാല്യക്കാർ, ജോലിക്കാർ, നാട്ടിലുള്ളവർ, വഴിപോക്കർ ഒക്കെ അബ്രഹാത്തെ നോക്കി അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പറഞ്ഞവരെല്ലാം ആ പറഞ്ഞതുകൊണ്ട് തന്നെ അവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അങ്ങനെയാണെങ്കിൽ അബ്രഹാത്തെ ആരെല്ലാം അനുഗ്രഹിച്ചു? അബ്രഹാത്തെ അനുഗ്രഹിച്ച അവരുടെ അനുഗ്രഹത്തിനകത്ത് അവർക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇത് വലിയൊരു മർമ്മമാണിത്. വളരെ നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട, ബോധ്യപ്പെടേണ്ട ഒരു രഹസ്യമാണിത്. അനുഗ്രഹത്തിൻ്റെ സീക്രട്ടാണിത്. നമുക്കുള്ള അനുഗ്രഹം എവിടെ ഇരിപ്പുണ്ട്? നമുക്കുള്ള അനുഗ്രഹം സ്വർഗത്തിൽ ഇരിപ്പുണ്ട് എന്നാണ് നമ്മുടെ എല്ലാ ഒരു കാഴ്ചപ്പാട്. സ്വർഗത്തിൽ അനുഗ്രഹത്തിൻ്റെ നിറകുടമാണല്ലോ, ഇരിപ്പിടമാണ് സ്വർഗം. അത് സത്യം തന്നെയാണ്. എന്നാൽ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മിലേക്ക്, എന്നിലോട്ട്, നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന വഴി ഞാൻ തന്നെ ഒരുക്കണം, ഞാൻ തന്നെ വെട്ടണം. അപ്പോൾ അബ്രഹാത്തെ ഉദാഹരണം, അബ്രഹാത്തെ ഞാൻ അനുഗ്രഹിച്ചു എന്ന് വിചാരിക്കുക. അബ്രഹാത്തെ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഒരു വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. കാരണം അബ്രഹാത്തെ ആരെല്ലാം അനുഗ്രഹിക്കുന്നു അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു. ആരാൽ? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പോൾ അബ്രഹാത്തെ അനുഗ്രഹിച്ച വ്യക്തികൾ അനുഗ്രഹിച്ചു എന്ന കാരണത്താൽ തന്നെ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് അവർ ഉയർന്നു. അവർ കൊടുത്ത, അവർ വിതറിയ, അവർ പറഞ്ഞ ആ വാക്കുകൾക്കകത്ത് അവർക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത് വലിയൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾക്കുള്ള അനുഗ്രഹം നിങ്ങളുടെ വായിൽ ഇരിപ്പുണ്ട്. വായിലൂടെ പുറത്തോട്ട് വരുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകൾക്കകത്ത് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് ഇരിപ്പുണ്ട്. നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി എങ്ങും ഓടേണ്ട ആവശ്യമില്ല. അനുഗ്രഹത്തിന് വേണ്ടി ഒരു ഉടമ്പടിയും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു നേർച്ചയും നേരേണ്ട. ഒരു തീർത്ഥാടന കേന്ദ്രവും നിങ്ങളെ സന്ദർശിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം? നീയും നിൻ്റെ തലമുറകളും നിൻ്റെ മക്കളും നിൻ്റെ ആത്മീയ മേഖലയും ഭൗതിക മേഖലയും അനുഗ്രഹിക്കപ്പെടാൻ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒക്കെ വെറുതെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. വാ തുറന്ന് പിശുക്ക് കൂടാതെ അനുഗ്രഹിച്ചു. അബ്രഹാമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിനക്ക് നന്മയുണ്ടാകട്ടെ, നിനക്ക് ഉയർച്ചയുണ്ടാകട്ടെ, നിനക്ക് സന്തതി ഉണ്ടാകട്ടെ, തലമുറകളുണ്ടാകട്ടെ, അനേകം തലമുറകൾക്ക് നീ പിതാവായി മാറട്ടെ എന്ന് അബ്രഹാത്തെ നോക്കി ആരെല്ലാം പറഞ്ഞു, ആ പറഞ്ഞവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. എങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്ത് പ്രിയമുള്ളവരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ വിളിക്കപ്പെട്ട എല്ലാ വ്യക്തികളെയും, ഇത് കൃപയുടെ കാലഘട്ടമായതുകൊണ്ട് എല്ലാ മക്കളെയും ക്രിസ്ത്യാനി എന്ന് നോക്കരുത്. ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണോ എന്ന് ഞാൻ അവനെ ഒന്ന് അനുഗ്രഹിക്കാനാട്ട, അവൻ ക്രിസ്ത്യാനിയാണോ മാനസാന്തരപ്പെട്ടവനാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇത് കർത്താവിൻ്റെ പുതിയ നിയമ യുഗമായതുകൊണ്ട് നീ എല്ലാ മനുഷ്യരെയും അനുഗ്രഹിച്ചു. ജാതി നോക്കാതെ, മതം നോക്കാതെ, നിൻ്റെ ചുറ്റുപാടുമുള്ളവരെ, മാനസാന്തരപ്പെടാത്തവരെയും
മാനസാന്തരപ്പെട്ടു. ഇതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല. നീയുമായി ഇടപെടുന്ന നിൻ്റെ ജീവിത പങ്കാളിയെ, നിൻ്റെ മക്കളെ, മാതാപിതാക്കളെ, അയൽവക്കത്തുള്ളവരെയെല്ലാം ചൊവ്വേ നേരെ അനുഗ്രഹിച്ചു. നിൻ്റെ സ്നേഹിതരെ, നീയുമായി ബന്ധപ്പെടുന്ന ആരെല്ലാം ഉണ്ടോ നിൻ്റെ ചുറ്റുപാടും, നിൻ്റെ ഇടവകയിൽ, നിൻ്റെ ദേശത്ത്, അവരെയൊക്കെ എന്ത് ചെയ്യണം? വെറുതെ നിങ്ങൾ ചുമ്മാ അങ്ങോട്ട് അനുഗ്രഹിച്ചു. അതിൻ്റെ കാരണം വേണ്ട. ഇങ്ങോട്ട് ഒരു അനുഗ്രഹം കിട്ടിയിട്ട്, ഒരു സഹായം കിട്ടിയിട്ട്, ഒരു ഉപകാരം കിട്ടിയിട്ട് ഞാൻ അനുഗ്രഹിക്കാം എന്ന് വിചാരിക്കണ്ട. അതാ ഞാൻ പറഞ്ഞ വെറുതെ അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇത് പലപ്പോഴും അങ്ങോട്ടൊരു കാരണം കൊടുക്കണം, എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഒരു കാരണം വേണം. ഇങ്ങോട്ടൊരു സഹായം കിട്ടിയാലേ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുകയുള്ളൂ. അത് മാറ്റിവെക്ക്. അത് വിജാതീയ സ്വഭാവമാണ്, ദൈവമക്കളുടെ സ്വഭാവമല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ഒരു സഹായം കിട്ടിയില്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് ചിരിച്ച് കാണിക്കുക. ഏത് വ്യക്തികളെ ഒന്ന് ചിരിച്ച് കാണിക്കുക. ഒരു നന്ദി പറഞ്ഞേ, ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക് പറഞ്ഞേ. ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക്. നിങ്ങൾ ഒരു ദിവസം എത്രയോ പേരോട് ഇടപെടുന്നുണ്ട്. കടയിൽ പോകുമ്പോൾ, അല്ലേ, ചന്തയിൽ പോകുമ്പോൾ അവരുമായിട്ട് നമ്മൾ എന്തേറെ ഇടപെടാറുണ്ട്. കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ എന്തേറെ നമ്മൾ അവരോട് പല പ്രാവശ്യം പലയിടത്തും നമ്മൾ ഇടപെടുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ആരോടെല്ലാം ഇടപെടുന്നുവോ, നിങ്ങളോട് ആരെല്ലാം ഇടപെടുന്നുവോ അവർക്കെല്ലാം നമ്മൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞേ, താങ്ക് യു എന്ന് പറഞ്ഞേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് പറയാൻ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ജീവിത ശൈലി നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ കൊടുക്കുന്നവരായി മാറിയാൽ, അനുഗ്രഹം വാക്കുകൊണ്ട് കൊടുക്കുന്നവരായി മാറിയാൽ, നിങ്ങളിലേക്ക് അനുഗ്രഹം കടന്നു വരുന്ന ഒരു അനുഭവം ഉണ്ടാകും. നിങ്ങൾ കൊടുക്കുന്ന അനുഗ്രഹത്തിനകത്ത് നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ അകത്ത് നിങ്ങൾക്കുള്ള അനുഗ്രഹത്തിൻ്റെ പൊതി ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഒരുക്കി വച്ചിരിക്കുകയാണ്. അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഒരു വാഗ്ദാനം അബ്രഹാത്തിന് കൊടുത്തെങ്കിൽ, അബ്രഹാത്തിൽ വിശ്വസിക്കുന്ന അബ്രഹാത്തിന്റെ തലമുറയിൽപ്പെട്ട എനിക്കും നിങ്ങൾക്കുമെല്ലാം യേശുക്രിസ്തുവിലൂടെ അബ്രഹാത്തിന്റെ സകല അനുഗ്രഹങ്ങളും നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വാഗ്ദത്ത പ്രകാരം നിങ്ങൾ എവിടെ, രാവിലെ മുതൽ വൈകിട്ട് വരെ എവരുടെ ആരോടെല്ലാം ഇടപെടുന്നുവോ അവർക്കെല്ലാം അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഷ, അനുഗ്രഹത്തിൻ്റെ ഒരു ശൈലി, അനുഗ്രഹത്തിൻ്റെ ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തോട്ട് വരട്ടെ. ഞാനിത് ശീലിച്ചവനാ. ആരോടും എവിടെ എപ്പോഴും ഇടപാടുകൾ നടത്തുമ്പോൾ, ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുത്ത് അതിൻ്റെ ബാക്കി തരുമ്പോൾ, അല്ലെങ്കിൽ ബില്ല് കൊടുത്ത് അതിൻ്റെ പൈസ കൊടുക്കുമ്പോൾ ഞാൻ അവരോട് പറയും താങ്ക് യു എന്ന് പറയും, ഗോഡ് ബ്ലസ് യു എന്ന് പറയും. ഞാൻ പെട്രോൾ അടിച്ച് കഴിയുമ്പോൾ ആ പൈസ കൊടുത്ത് അതിൻ്റെ ബാക്കി തന്നു കഴിയുമ്പോൾ ഞാൻ അവരോട് ഗോഡ് ബ്ലസ് യു എന്ന് പറയും, അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയും. നിങ്ങൾ താങ്ക് യു കൊടുത്ത് പഠിക്കുക, ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞ് കൊടുത്ത് ശീലിക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. ശീലിക്കാത്ത ഒരു കാര്യം താങ്ക് യു പറയേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് മലയാളികളുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യം. എടാ, അവൻ തന്നു, അതിന് തന്നത് ഞാൻ പീസ് കൊടുത്തതല്ലേ, അവൻ്റെ സാധനത്തിന് ഞാൻ പണം കൊടുത്തില്ലേ, ഇനി അവന് പ്രത്യേകിച്ച് നന്ദി എന്തിനാ പറയുന്നത്, താങ്ക് യു എന്തിനാ പറയുന്നത്? ഇത് മലയാളിയുടെ ഒരു കാഴ്ചപ്പാടാണ്. അത് മാറ്റണം നമുക്ക്. നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഫോറിനേഴ്സിനെ കണ്ടുപിടിക്കണം. അവർ എന്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും വാങ്ങിയാലും അവർ ഗോഡ് ബ്ലസ് യു പറയും. ഇതൊരു നല്ല ശീലം നമ്മൾ ശീലിച്ചെടുക്കണം. അപ്പോൾ ഈ ശീലിച്ചെടുത്താൽ ആർക്കാ പ്രയോജനം? നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക്, തലമുറകൾക്കാ പ്രയോജനം. അനുഗ്രഹം പ്രാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലോട്ട് ഓടിയെത്തുവാൻ തക്ക വിധം വഴിവെട്ടേണ്ടത് നിങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, പ്രിയമുള്ളവരെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ഒരു വ്യവസ്ഥ നമുക്ക് തന്നിരിക്കുകയാണ്. ഒന്ന് എന്താണ്? നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കുക. ആദ്യം അവിടെ തുടങ്ങണം.
ഭാര്യയെ അനുഗ്രഹിക്കുക, ഭാര്യ ഭർത്താവിനെ അനുഗ്രഹിക്കുക, മക്കളെ അനുഗ്രഹിക്കുക. അനുഗ്രഹിച്ച് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞ്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ്, നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെ നോക്കി ഒന്ന് ചിരിച്ച് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് സംസാരം കഴിയുമ്പോൾ ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, താങ്ക് യു എന്ന് പറഞ്ഞ്, നിങ്ങൾ കടകളിൽ പോകുമ്പോൾ കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഗോഡ് ബ്ലെസ് യു പറഞ്ഞ്, നിങ്ങൾ ഫോൺ വിളിക്കുന്നു, ഒരു ദിവസം തന്നെ എത്രയോ പ്രാവശ്യം എത്രയോ വ്യക്തികളെ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ വിളിക്കുന്നു, നിങ്ങളതിൻ്റെ അവസാനം ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് പറയാമല്ലോ, അല്ലേ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ, താങ്ക് യു നിങ്ങൾക്ക് പറയാമല്ലോ. അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണത്. നിങ്ങളങ്ങനെ കൊടുക്കുമ്പോൾ, കൊടുത്തു തുടങ്ങുമ്പോൾ, അതൊരു ശീലമാകുമ്പോൾ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത അനുഗ്രഹത്തിലൂടെ നിങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനിത് അനേക വർഷങ്ങളായിട്ട് ഞാൻ ഇത് പഠിപ്പിക്കുന്ന, ഉപദേശിക്കുന്ന ഒരു കാര്യമായത്. ഇതിങ്ങനെ എൻ്റെ ടി വിയിലൂടെ, ഷാലോം ടി വിയിൽ തന്നെ ഒരു നൈറ്റ് വിജിൽ ഈ വിഷയം ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗം ഞങ്ങളുടെ നാട്ടിലുള്ള പ്രായം ചെന്ന ഒരു അപ്പച്ചൻ അത് ടി വിയിലിട്ട് കണ്ടു. അദ്ദേഹം നടക്കാൻ പാടില്ല, പിടിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം മക്കളുടെ സഹായത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങനെ പോലും നടക്കാൻ പറ്റാത്ത ബെഡിൽ ഇരിക്കുന്ന അവസ്ഥയിൽ പോലും ആ പ്രസംഗം കേട്ടതിന് ശേഷം അദ്ദേഹത്തെ ആരെല്ലാം കാണാൻ വരുന്നു അന്ന് മുതൽ എല്ലാവരോടും ഇങ്ങനെ പറയും, ഗാഡ് ബ്ലെസ് യു, ഗാഡ് ബ്ലെസ് യു, ഗാഡ് ബ്ലെസ് യു. ഏകദേശം 100 വയസ്സിനോടടുത്ത് പ്രായത്തിലാണ് അദ്ദേഹം മരിച്ചത്. നല്ല ഒരു അപ്പച്ചൻ, വിശുദ്ധനായ അപ്പച്ചൻ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ തുടങ്ങി വെക്കുക. അബ്രഹാത്തെ നോക്കി പറഞ്ഞു, അബ്രഹാമേ നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. പെട്ടെന്ന് ഒരു വാചകം കൂടെ ഞാൻ എടുത്തിട്ട് പറയാം. ബൈബിളിൽ റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും, ബോവാസ് എന്ന് പറയുന്ന വലിയ ബെത്ലഹേം എന്ന് പറയുന്ന ദേശത്തെ ഏറ്റവും വലിയ ധനവാനാണ്, വലിയ സമ്പന്നനാണ് ഈ ബോവാസ് എന്ന് പറയുന്ന വ്യക്തി. അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് കൃഷിയിടങ്ങളാണ്. ഏക്കറല്ല, കിലോമീറ്റർ കണക്ക് ആ ദേശം മുഴുവൻ ഒരു ഗ്രാമം എന്നതുപോലെ ഈ സ്വന്തമായിട്ട് കൃഷിയിടമുള്ളയാളാണ് ഈ ബോവാസ്. ഈ ബോവാസിൻ്റെ വയലിലേക്കാണ് റൂത്ത് വരുന്നത്. റൂത്ത് പട്ടിണി കിടന്ന നവോമിയുടെ മരുമകളായിട്ട് അവൾ അവിടെ കാല പറക്കാനിട്ട് അവിടെ വരികയാണ്. കൊയ്ത്തെല്ലാം കഴിയുമ്പോൾ പറക്കാനിട്ട് ഉള്ള അതിൻ്റെ പശ്ചാത്തലത്തിലോട്ട് ഞാൻ പോകുന്നില്ല. അവിടെ അപ്പോൾ രാവിലെ പതിവ് പോലെ ബോവാസ് തൻ്റെ വയലിലേക്ക് വരികയാണ്. കണ്ടോ? വയലിലോട്ട് വന്നപ്പോൾ വയലിൽ അനേകം ജോലിക്കാർ, വയലിൽ പണി ചെയ്യുന്ന പണിക്കാർ, വയലിലെ പണിക്കാർ അവിടെ നിന്ന് പണി അവർ തുടങ്ങി. അപ്പോൾ ബോവാസ് കുതിരപ്പുറത്ത് വന്ന് അവരെ, അവിടെ ബൈബിൾ വായിക്കുന്നു 4-ാമത്തെ വാക്യത്തിൽ, അവൻ അവരെ അഭിവാദനം ചെയ്തു. കണ്ടോ? അഭിവാദനം ചെയ്തു. രാവിലെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിന്ന് അല്ലേ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചർ തിരിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് പോലെ ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ കുതിരപ്പുറത്ത് നിന്നുകൊണ്ട് അവരെല്ലാവരെയും തൻ്റെ വയലിൽ തനിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആ പണിക്കാരെ നോക്കി എന്തു പറയുന്നു? അഭിവാദനം ചെയ്തു. അവരെല്ലാം, ബൈബിൾ പറയുന്നു, അവരെല്ലാവരും പണിക്കാർ മുഴുവൻ തിരിച്ച് അവനെ അഭിവാദനം ചെയ്തു. തിരിച്ച് അവനെ നോക്കി, യജമാനെ നോക്കി പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കണ്ടോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ആ ജോലിക്കാർ മുഴുവൻ ആ പണിയിടത്ത് നിന്ന് പണി നിർത്തി എഴുന്നേറ്റ് നിന്ന് തൻ്റെ ഞങ്ങളെ അഭിവാദനം ചെയ്ത, ഞങ്ങളെ ബ്ലെസ് ചെയ്ത യജമാനനെ ഈ പണിക്കാരെല്ലാം തിരിച്ച് ബ്ലെസ് ചെയ്യുക. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ബലമായ വിശ്വാസം, ഈ ബോവാസ് ഇത്രമാത്രം ആ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം എല്ലാ ദിവസവും
തൻ്റെ പണിസ്ഥലത്ത് വന്ന് തൻ്റെ പണിക്കാരെ സ്നേഹത്തോടെ തനിക്ക് വേണ്ടി പണി ചെയ്യുന്ന അവരെ അനുഗ്രഹിക്കുന്ന ഒരു ശീലം ബോവാസിനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ അനുഗ്രഹം കിട്ടിയ പണിക്കാരെല്ലാം, തൊഴിലാളികളെല്ലാം, ജോലിക്കാരെല്ലാം തിരിച്ച് അവനെ ബ്ലെസ് ചെയ്യുമായിരുന്നു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന്. ഉദാഹരണം, 100 പണിക്കാരുണ്ടെന്ന് വിചാരിക്കുക. ബോവാസ് വന്നിട്ട് 100 പേർക്കും അനുഗ്രഹം കൊടുത്തു. നിങ്ങളെ എല്ലാവരെയും ദൈവം ഇന്ന് പണി ചെയ്യാൻ, ജോലി ചെയ്യാൻ ഉണർവും ഉന്മേഷവും ആരോഗ്യവും സന്തോഷവും നൽകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബോവാസ് കൊടുത്തത് ഒരനുഗ്രഹം. ഈ 100 പണിക്കാരും കൂടെ തിരിഞ്ഞു നിന്നുകൊണ്ട് തിരിച്ച് ബോവാസിനെ ബ്ലെസ് ചെയ്യുകയാണ്. ബോവാസ് കൊടുത്തത് ഒരു ബ്ലെസ്സിങ് ആണെങ്കിൽ ബോവാസിന് കിട്ടിയത് 100 ബ്ലെസ്സിങ്ങാണ്. പിന്നെ എങ്ങനെ 100 മേനി അവൻ കൊയ്യാതിരിക്കും? അടിക്കടി ഉയരാതിരിക്കും? അടിക്കടി എങ്ങനെ അവന് സമൃദ്ധി വരാതിരിക്കും? അവൻ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, ഉയർച്ചയിലേക്ക് മഹാസമ്പന്നനായതിൻ്റെ കാരണം നാട്ടുകാരുടെ മുഴുവൻ ബ്ലെസ്സിങ് ഈ ബോവാസിന് കിട്ടി. എന്തുകൊണ്ട് കിട്ടി? ബോവാസ് അങ്ങോട്ട് ഈ ശീലമുള്ളവനായിരുന്നു, കൊടുക്കുന്നവനായിരുന്നു. അതുകൊണ്ട് ഇരട്ടി അവന് കിട്ടിക്കൊണ്ടിരുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ തൊഴിൽ മണ്ഡലത്തിൽ ജോലി ചെയ്യുന്നവരാണോ? ഓഫീസിൽ, ഒരു കമ്പനിയിൽ, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുണ്ടെങ്കിൽ, നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ അനുഗ്രഹിക്കുക. അവരെ നിങ്ങളൊന്ന് അനുഗ്രഹിച്ചേ, വരുമ്പോഴൊന്ന് അനുഗ്രഹിച്ചേ. അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ പണിക്കൂലി കൊടുക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് അവരെ വാഗൊണ്ട് തന്നെ നിങ്ങളൊന്ന് നോക്കി ഒന്ന് പറഞ്ഞേ, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞേ, താങ്ക് യു എന്ന് പറഞ്ഞേ. നിനക്ക് വേണ്ടി ആ പകൽ മുഴുവൻ പണി ചെയ്തവരല്ലേ, അവർക്ക് ആരോഗ്യം, ഉയർച്ചയും അഭിവൃദ്ധിയും വേണ്ടേ? വേണം. ഇനി അത് ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഇനിയും നിനക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, നിനക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരാരോഗ്യത്തോടെ ഇരിക്കേണ്ടത് നിൻ്റെ ആവശ്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിക്കുക. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ജോലിക്കാരെയും പ്രിയമുള്ളവരെ നിങ്ങൾ അനുഗ്രഹിക്കുക. പുഞ്ചിരിയോടെ ഒരു നന്ദി പറയുന്ന ശീലത്തിലോട്ട് നിങ്ങൾ വന്നാൽ അവരുള്ളിൽ പറയും, ഈ യജമാനൻ അനുഗ്രഹിക്കട്ടെ, ഈ സാർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ സാറിന് നന്മയുണ്ടാകട്ടെ, ഈ സാറിന് ഉയർച്ചയുണ്ടാകട്ടെ എന്ന് അവർ പറയും. ഇന്നതാണോ സംഭവിക്കുന്നത്? നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർ സാറിന് നന്മയുണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഉള്ളിൽ അവർ പിറുപിറുക്കുന്നവരാണോ? ഇതുപോലത്തെ നശിച്ച ഒരു സാറ്, മുടിയാൻ, ഇങ്ങനെയുള്ള ശാപത്തിൻ്റെ വാക്കുകൾ അവർ പറയുന്നുണ്ടോ? മൗനമായിട്ടെങ്കിലും അത് പറയാൻ നിങ്ങൾ അവസരം ഒരുക്കരുത്. അതുകൊണ്ട് അവരുടെ അഭിവൃദ്ധി നമ്മുടെ അഭിവൃദ്ധിയാണ്, നമ്മുടെ അഭിവൃദ്ധിയാണ് അവരുടെയും അത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അവർ നല്ലവരായി മാറിയാലേ നമ്മുടെ തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, നമുക്ക് ഉയർച്ചയുണ്ടാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരോടുള്ള ഡീലിങ്സ് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരെയും ബോവാസിൽ നിന്ന് എല്ലാവരും ഈ ഒരു പാഠം പഠിക്കുക. നിങ്ങളുടെ എല്ലാ തൊഴിൽ മേഖലകളിലും നിങ്ങൾക്ക് ഉയർച്ച നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റും. നിങ്ങളുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന പണിക്കാരെ അനുഗ്രഹിക്കുക, കുടുംബത്തെ അനുഗ്രഹിക്കുക, തൊഴിൽ മേഖലകളെ അനുഗ്രഹിക്കുക. നിങ്ങൾക്ക് സമ്പന്നനാകാൻ പറ്റും. അബ്രഹാത്തിൽ നിന്ന്, ഈ തിരുവചനത്തിൽ നിന്ന് ദൈവം നമ്മളെ ഈ പാഠമാണ് പഠിപ്പിക്കുന്നത്. എന്ത്? അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയെങ്കിൽ അബ്രഹാത്തിന് കിട്ടിയ അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. തീർച്ചയായും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തിൽ മക്കളെ, ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ച് തുടങ്ങാം. നിങ്ങളുമായി ഇടപെടുന്ന ഏത് വ്യക്തികളായിക്കോട്ടെ, ആ സംസാരത്തിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞേ, താങ്ക് യു എന്ന് പറഞ്ഞേ, ഗാഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞേ, ഫോൺ വിളിക്കുന്നവരോട് പറഞ്ഞേ, എല്ലാവരോടും പറഞ്ഞ് ഒരു ശീലമാക്കിക്കേ. കുറേ കഴിയുമ്പോൾ നാണമൊക്കെ മാറിക്കോളും. നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ നാണമില്ല, അതൊരു സന്തോഷമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇത് എൻ്റെ അനുഭവമാണ്. തീർച്ചയായും ഞാൻ അനുഗ്രഹിക്കപ്പെട്ട പല വഴികളിൽ ഒരു വഴിയാണിത്. ഇത് നിങ്ങളിലേക്കും കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
കർത്താവേ, ഈ ശബ്ദം കേട്ട എല്ലാവരെയും നിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഷാ ശൈലി നീ ഇവരെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ, അവർക്ക് നന്ദി പറയുവാനായിട്ടുള്ള ആ വൈക്ലിപ്യം, ആ നാണം, അപകർഷത, ആ ഭയം എല്ലാം നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഇവരുടെ വായിലോട്ട് വിതയ്ക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയാനുള്ള ആ അഭിഷേകത്തിൻ്റെ ശൈലി, കൃപ ഇവരുടെ മേൽ ഒഴുകട്ടെ. ദൈവത്തിൻ്റെ കൃപ ഇവരുടെ മേൽ ഒഴുകട്ടെ കർത്താവേ. കർത്താവേ, ശാപത്തിൻ്റെ ചിന്തകൾ, വാക്കുകൾ ഇവരിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരുടെ കുടുംബങ്ങളും ഇവരുടെ കുഞ്ഞുങ്ങൾ, ഇവരുടെ തലമുറകൾ, ഇവരുടെ ബിസിനസ് മേഖലകൾ, തൊഴിൽ മേഖലകൾ, എല്ലാ മേഖലകളിലേക്കും നിൻ്റെ അനുഗ്രഹം കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദുശീലങ്ങളിൽ നിന്ന് അവർ വിട്ടുതൽ പ്രാപിക്കട്ടെ, ദൈവ ഭക്തരായ കുഞ്ഞുങ്ങളായി അവർ മാറ്റപ്പെടട്ടെ, പഠിച്ചുയരാനുള്ള കൃപ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. തൊഴിൽ മേഖലകളിൽ ഉയർച്ചയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗിയെ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ യേശു നാമത്തിൽ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാറാ രോഗങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിവോഴ്സ് കേസുകൾ യേശു നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ യുവജനങ്ങളുടെ വിവാഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശാപങ്ങൾ പൊട്ടട്ടെ, അനുഗ്രഹം കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. God bless you. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. God bless you. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.